ഹായ് ഹലോ, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. പിന്നെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. എനിക്ക് എൻ്റെ അമ്മച്ചിയുടെ പിറന്നാളാണ്. അപ്പോൾ അമ്മച്ചിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രിൻസ് ഈ പ്രാവശ്യം നാട്ടിലുണ്ട്. അന്ന് പ്രിൻസ് രാവിലെ എന്നെ ഇന്നലെ വിളിച്ചിട്ടും പറഞ്ഞു, നിങ്ങൾ വരുമോ എന്നാൽ നമുക്കൊരു ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ചെറുതായിട്ടൊരു ഗെറ്റ് ടുഗദർ പോലെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സന്തോഷം, എല്ലാവരോടും കൂടുമ്പോൾ ഒരു വലിയ സന്തോഷം തന്നെയല്ലേ. അപ്പോൾ പ്രിൻസി നെല്ലിക്കുഴിയിൽ നിന്ന് വരണം, ഞാൻ ഇവിടെ നിന്ന് ചെല്ലണം. അപ്പോൾ രാവിലെ അമ്മച്ചി എന്നെ വിളിച്ചായിരുന്നു, നിങ്ങൾ വരണുണ്ടോ എന്തെങ്കിലും? അപ്പം ഞാൻ പറഞ്ഞു, ഞാനെങ്ങനെ വരാനാ ഇത്രയും ദൂരെ എന്നൊക്കെ എന്ന് പറഞ്ഞ്. പോരാത്തതിന് ഇവിടെ മക്കൾക്കൊക്കെയാണ് ട്യൂഷനും ക്ലാസ്സും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും എൻ്റെ കൂടെ വരാനൊന്നും പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ബാക്കിത്തെ വിശേഷമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഓക്കെ. 3:30 ആയപ്പോൾ ഞാൻ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലെത്തി. 4 മണിക്ക് ഒരു ബസ്സുണ്ട് ഇവിടുന്ന്, മൂന്നാർ ബസ്സുണ്ട്. അപ്പം എന്നാൽ അതിൽ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ബസ് യാത്ര? എനിക്കിഷ്ടമാട്ടോ. ഇങ്ങനെ സീറ്റിൻ്റെ അരികത്തൊക്കെ ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ടൊക്കെ പോകാൻ നല്ല രസമല്ലേ. പിന്നെ ഞാനൊരു 5:45 പെരുമ്പാവൂരെത്തി. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ജയറാമേട്ടൻ്റെ നാട് കൂടി കേട്ടോ, ഞങ്ങളുടെ സ്വന്തം പെരുമ്പാവൂർ. അങ്ങനെ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. നമുക്ക് നോക്കാം, തുറന്ന് കയറാം. അവിടെ ആരുമില്ല, നമുക്ക് അകത്തിരിക്കാം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. ഞാനങ്ങനെ പെരുമ്പാവൂർ എത്തിയിട്ടോ. ഇവിടെ വന്നപ്പോൾ അമ്മച്ചിയും നീതുവും ഫ്രണ്ട്സൊക്കെ പള്ളിയിൽ തിരി വയ്ക്കാൻ പോയി അപ്പച്ചൻ്റെ അടുത്ത്. അപ്പം നീതു പറഞ്ഞു, ചേച്ചി അകത്ത് കയറിയിരുന്നോ, അമ്മച്ചി വരുമ്പോൾ സർപ്രൈസ് ആവട്ടെ, ഞങ്ങൾ വേണ്ടാരും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പ്രിൻസിയും വരും ഇപ്പം തന്നെ. അപ്പം അങ്ങനെ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അങ്ങനെ ഇരിക്കണം. അപ്പം അമ്മച്ചി വന്നിട്ട് ബാക്കി കാണാം. ഓക്കെ. അങ്ങനെ പ്രിൻസിയും ബേസിലൊക്കെ വന്നു. ബേസിലിൻ്റെ കാറൊക്കെ പുറത്ത് ദൂരെ മാറ്റിയിട്ടേക്കുക. ചെരുപ്പൊക്കെ ഞങ്ങൾ അകത്ത് എടുത്തിട്ടു കേട്ടോ, അല്ലെങ്കിൽ അമ്മച്ചി വരുമ്പോൾ അറിയൂല ഞങ്ങൾ അകത്തുണ്ട്. അങ്ങനെ പ്ലാനിങ് ഒക്കെ സക്സസ് ആയി എന്ന് പറയുമായിരുന്നു. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ആദ്യമായിട്ടാണ് അമ്മച്ചിയുടെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കുന്നത്. പിന്നെ പ്രതീക്ഷിക്കാതെയൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സർപ്രൈസ് ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. പിന്നെ ബേസിലും പ്രിൻസിയും മക്കളും ഞാനും പ്രിൻസും നീതുവൊക്കെ ആയിട്ടൊക്കെ കുറച്ച് സമയമാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ അതേ പ്രിൻസും നീതു സാരിയൊക്കെ മേടിച്ചിട്ടുണ്ട് അമ്മച്ചിക്ക്. അപ്പോൾ ജോജിക്കുട്ടൻ ഗിഫ്റ്റ് കൊടുക്കണേ അമ്മച്ചിക്ക്. ഞാനും പ്രിൻസും മേടിച്ചിട്ടുണ്ടായിരുന്നു സാരി, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ആയിരുന്നു കേട്ടോ. പിന്നെ കേക്ക് പ്രിൻസി വന്നപ്പോൾ കൊണ്ടുവന്നു. ഞാനും ഉണ്ടാക്കിയില്ല, കാരണം ബസ്സിനല്ലേ വന്നത്, ഡാമേജ് ആവും ഇവിടെ വരുമ്പോൾ. കേക്ക് ഇവിടെ വരുമ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും കേക്കൊക്കെ ആകെ കുളാവും. അതാണ് ഞാൻ കൊണ്ടുവന്നില്ല. അത് ജോജിക്കുട്ടിന് കേക്ക് എടുത്തപ്പോൾ തന്നെ ജോജിക്കുട്ടിൻ്റെ ബർത്ത്ഡേ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ്. അടിപൊളി കേക്കായിരുന്നു. പ്രിൻസി നന്നായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കും കേട്ടോ. ടീച്ചറാണ്, പക്ഷേ സൈഡിൽ കേക്കും ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. തന്നെ തിരിച്ചു പോകണ്ടേന്നും പറഞ്ഞ എല്ലാവർക്കും ടെൻഷനായിരുന്നു. എറണാകുളത്തിന് രാത്രി 8 മണിയായി, ഒത്തിരി ലേറ്റായി. പിന്നെ പോരാത്തിന് നല്ല മഴയുമുണ്ട്. അമ്മച്ചി അടുക്കളയിൽ കയറി. അമ്മച്ചി ഒരു നേരം വെറുതെ ഇരിക്കൂല കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ മേടിച്ച സാരി, ഇത് പ്രിൻസും നീതും മേടിച്ച സാരി, ടസറിൻ്റെ സാരിയാണ്. നല്ല രസമല്ലേ കളറ്. ഇത് പ്രിൻസി മേടിച്ചതാണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ മേടിച്ച സാരി കേട്ടോ. കൊള്ളാമോ? എനിക്ക് അത്ര ഇങ്ങോട്ട് തൃപ്തിയായില്ല, പക്ഷെ അമ്മച്ചിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു.
അങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് ഓർഡർ ആയിരുന്നു കേട്ടോ. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ഗോബി മഞ്ചൂരി, ചിക്കൻ ടിക്ക. ഞാൻ വേഗം ഇരുന്ന് കഴിച്ചു, കാരണം വേഗം ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ ബസ് കിട്ടത്തില്ല, ലേറ്റായേ. ബേസിൽ പിള്ളേരെ പറ്റിക്കുക, നാളെ ക്ലാസ്സില്ലാന്നും പറഞ്ഞ്. ബസ്സിൽ ഡ്രൈവറൊക്കെ ഉണ്ട്. പുതിയ ബസ്സാ. അപ്പൊ എന്നാ ഇറങ്ങിയാലോ? 8 മണി 8:15 ഇനിയിപ്പോൾ നിന്നാലേ ബസ് കിട്ടത്തില്ല. അപ്പോൾ പ്രിൻസും നീതു എന്നെ ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നല്ല മഴയാണ്. പ്രിൻസി പാട്ടൊക്കെ പാടുക, ഞാൻ പോവാന്നും പറഞ്ഞ്. പ്രിൻസും നീതും ഉണ്ട് കൂടെ. പക്ഷെ നല്ല മഴയാട്ടോ. ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടും ഞങ്ങളൊരു അരമണിക്കൂറൊക്കെ അരമണിക്കൂറല്ല, അതിലും കൂടുതൽ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതൊരു ടെൻഷനായിപ്പോയി. ബസ് ഉണ്ടാവോ ഇല്ലയെന്ന് എനിക്കൊരു ടെൻഷനായിപ്പോയി. എന്നാലും എന്നെ ബസ് കയറ്റി വിട്ടതിന് ശേഷം കേട്ടോ അവർ തിരിച്ചു പോയത്. എന്തായാലും സന്തോഷമായിരുന്നു. ചെറിയ ഒരു ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഭയങ്കര സന്തോഷം മനസ്സിന്. പ്രിൻസും ഇവരൊക്കെ തിരിച്ച് അങ്ങോട്ട് സൗദിക്ക് പോയി കഴിയുമ്പോൾ സങ്കടം വരും ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ. നമ്മൾ ഇതുപോലത്തെ ഉള്ള അവസരങ്ങൾ, ചെറിയ ബർത്ത്ഡേയ്സ് ആണെങ്കിലും എല്ലാവരുമായിട്ടൊക്കെ ഒത്തുകൂടുക, ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നേ ജീവിതത്തിൽ എന്നും ഓർത്ത് വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഓൾ ഓപ്ഷൻ, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യണം, എന്നാലേ ഞാനിടുന്ന വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.